കോഴിക്കോട് വിജിലൻസ് അന്വേഷണം നടത്തുന്ന റോഡിലെ അറ്റകുറ്റപ്പണി യൂത്ത് കോൺഗ്രസ് തടഞ്ഞു. കഴിഞ്ഞ മാസം ടാറിംഗ് പൂർത്തിയാക്കിയ കൂളിമാട് എരഞ്ഞിമാവ് റോഡ് റീടാറിംഗ് ചെയ്യാനുള്ള നീക്കമാണ് തടഞ്ഞത്. 6 കോടി ചെലവിട്ട് നിർമ്മിച്ച റോഡ് ദിവസങ്ങൾക്കുള്ളിൽ ഇളകിയിരുന്നു. കൂളിമാട് എരഞ്ഞിമാവ് റോഡിലെ ടാറിംഗ് പൂർത്തിയായത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ. ദിവസങ്ങൾക്കുള്ളിൽ ടാർ ഇളകി. PWD വിജിലൻസ് വിഭാഗം സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ചു. അന്വേഷണവും തുടങ്ങി. ഇതിന് പിന്നാലെയാണ് കരാറുകാർ റീടാറിംഗിന് ശ്രമിച്ചത്. നമ്മളെ ഇവിടെ ഇന്ന് രാവിലെ അവരാരോടും പറയാതെ അവർ വന്നിട്ട് ഇവിടെ റോഡ് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ റീടയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് 2 കൊല്ലം വരെ മെയിൻ്റനൻസിന് വേണ്ടി വാറണ്ടി ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഒരു റോഡ് പണി തുടങ്ങി അത് പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ എന്തൊരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് റീടാറിംഗ് നിർത്തിവെച്ചു. റീടാറിംഗിനായി റോഡ് പൊളിച്ചപ്പോൾ ഒരു അഴിമതി കൂടി വ്യക്തമായി. PWD റോഡുകളുടെ ടാറിങ്ങിന് ചുരുങ്ങിയത് 8 സെന്റിമീറ്ററെങ്കിലും കനം വേണം. എന്നാൽ ഇവിടെ പലയിടത്തും ടാറിംഗ് ചെയ്തിരിക്കുന്നത് 4 സെന്റിമീറ്റർ കനത്തിൽ മാത്രമാണ്. കൊടും അഴിമതിയുള്ള ഈ പ്രവൃത്തി ഇവിടെ നിർത്തിവെച്ച് ഇതിനെ മുഴുവനായി വിജിലൻസിൻ്റെ അന്വേഷണവും വിജിലൻസിൻ്റെ റിപ്പോർട്ടും എല്ലാം വന്നതിന് ശേഷം മാത്രം ഈ റോഡിലെ പണി തുടർ പ്രവൃത്തി നിർത്താൻ മതിയെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. 6 കിലോമീറ്റർ ദൂരത്തിൽ 6 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് റീടാർ ചെയ്തത്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസുകളടക്കം ആശ്രയിക്കുന്ന റോഡാണ് ഇത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.